സുഹൃത്തുക്കളെ, നമ്മളിൽ പലരും ജീവിതത്തിൽ ചെറിയൊരു തടസ്സം വരുമ്പോഴേക്കും തളർന്നു പോകാറുണ്ട്. എനിക്ക് സൗകര്യങ്ങളില്ല, എന്റെ കയ്യിൽ പണമില്ല, ഭാഗ്യമില്ല എന്നൊക്കെ പറഞ്ഞ് ഈ പരാതി പറയുന്നവർക്കിടയിൽ തിരുവനന്തപുരത്തിന്റെ തെക്കേ അറ്റത്തുള്ള നരുവാമൂട് എന്ന കൊച്ചു ഗ്രാമത്തിൽ നിന്ന് ഒരു പെൺകുട്ടി ലോകത്തോട് വിളിച്ചു പറയുകയാണ്: സ്വപ്നം കാണാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ, അതിനായി ജീവിതം പണയം വെക്കുവാൻ നിങ്ങൾ ഒരുക്കമുണ്ടെങ്കിൽ, ലോകം നിങ്ങളുടെ കാൽ കീഴിലാകും. ഇന്ന് ഇന്ത്യ മുഴുവൻ അഭിമാനത്തോടെ ചർച്ച ചെയ്യുന്ന പേരാണ് ശ്രീ JS. സിവിൽ സർവീസ് പരീക്ഷയിൽ തന്റെ ആദ്യ ശ്രമത്തിൽ തന്നെ 57ാം റാങ്ക് നേടി ഇന്ത്യൻ ഫോറിൻ സർവീസിലേക്ക് IFS നടന്നു കയറുന്ന ആ മിടുക്കി. പക്ഷേ ഈ വിജയത്തിന് തിളക്കം നൽകുന്നത് ആ റാങ്ക് നമ്പർ മാത്രമല്ല, ആ 57ാം റാങ്കിന് പിന്നിലെ 57 ലക്ഷം വിയർപ്പ് തുള്ളികളാണ്. നമുക്ക് ശ്രീജയുടെ അച്ഛൻ ജയകുമാറിലേക്ക് പോകാം. അദ്ദേഹം ഒരു IAS കാരനല്ല, ഒരു ഉന്നത ഉദ്യോഗസ്ഥനല്ല, വെറുമൊരു സാധാരണ തൊഴിലാളി. പുലർച്ചെ എഴുന്നേറ്റ് തന്റെ സൈക്കിളിൽ കിലോമീറ്ററുകൾ താണ്ടി ആറ്റിങ്ങൽ വരെ പണിക്ക് പോകുന്ന ഒരാൾ. കത്തുന്ന വെയിലിലും കൊടും മഴയത്തും അദ്ദേഹം പണിയെടുത്തു. എന്തിനായിരുന്നു എന്ന് അറിയാമോ? തന്റെ മകളുടെ കണ്ണുകളിൽ കണ്ട ഒരു വലിയ സ്വപ്നത്തിന് വെളിച്ചം പകരുവാൻ. പഠനത്തിന് പണമില്ലാതെ വന്നപ്പോൾ ആ കുടുംബം പതറിയില്ല. ഒരു ശരാശരി മലയാളി കുടുംബത്തിന് ചിന്തിക്കാൻ കഴിയുന്നതിനുമപ്പുറം അവർ പോയി. അമ്മയുടെ കഴുത്തിലെ കെട്ടുതാലി പണയം വെച്ചു. കാർഷിക ലോണുകൾ എടുത്തു. അയൽക്കാരുടെയും ബന്ധുക്കളുടെയും കടം ചോദിച്ചു. അദ്ദേഹത്തിന്റെ വാക്കുകൾ തന്നെ പറഞ്ഞാൽ കക്കൂസ് കോരാൻ വരെ പോയിട്ടുണ്ടെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ഇന്ന പണിയില്ല, ഒരു ഉറുമ്പ് കൂടുകൂട്ടുന്ന പോലെ, ഉറുമ്പ് ഭക്ഷണം അന്വേഷിക്കുന്ന പോലെ ആ അച്ഛനും അമ്മയും ആ മകളുടെ പഠനത്തിനു വേണ്ടി പണം കണ്ടെത്തി. കുടുംബശ്രീയിൽ നിന്നും എവിടെ നിന്നെല്ലാം പണം കിട്ടുമോ? ഒറ്റ കാര്യമേ ഉള്ളൂ, ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ അവർക്ക്: തന്റെ മകളുടെ പഠനം. ഞായറാഴ്ച പോലും വിശ്രമമില്ലാതെ ആ അച്ഛന്റെ അധ്വാനം വെറുതെയായില്ല. ഒരിക്കൽ ജോലിക്കിടയിൽ കട്ടർ മെഷീൻ കൊണ്ട് അദ്ദേഹത്തിന്റെ കൈ മുറിഞ്ഞു. ചോര വാർന്നു. പക്ഷേ ആ വേദനയേക്കാൾ വലുതായിരുന്നു മകളുടെ ഭാവി എന്ന ആ ലക്ഷ്യം. ആ മുറിവേറ്റ കൈകൾ കൊണ്ട് അദ്ദേഹം സൈക്കിൾ ചവിട്ടുമ്പോൾ ഓരോ പെടലിലും മകളുടെ വിജയമായിരുന്നു ആ അച്ഛന്റെ മനസ്സിൽ. മറുവശത്ത് അമ്മ ഷീജകുമാരി, MA ബിരുദമുണ്ടായിട്ടും ജോലി കിട്ടാതെ പോയ ഒരു സ്ത്രീ. പലപ്പോഴും സ്വന്തം സ്വപ്നങ്ങൾ പാതി വഴിയിൽ നിലച്ചുപോയ അമ്മമാർക്ക് മക്കളുടെ വിജയം ഒരു വാശിയാണ്. എപ്പോഴൊക്കെ ശ്രീജയ്ക്ക് തളർച്ച തോന്നിയോ, എപ്പോഴൊക്കെ എനിക്കിത് പറ്റുമോ എന്ന് സംശയം തോന്നിയോ, അപ്പോഴൊക്കെ അമ്മ നൽകിയ ഒരേ ഒരു മരുന്നായിരുന്നു: മോളെ, നിന്നെ കൊണ്ട് ഇത് പറ്റും. വിശ്വാസം എന്നത് ഒരു ചെറിയ വാക്കല്ല, അത് പട്ടിണിയെ തോൽപ്പിക്കുവാനുള്ള ആയുധമാണ്. ആ വീട്ടിൽ അടുക്കളയിൽ പുകഞ്ഞത് വെറും വിറകുകളല്ല, മകളുടെ വിജയത്തിനായുള്ള പ്രാർത്ഥനകളായിരുന്നു. മദ്രാസ് ക്രിസ്ത്യൻ കോളേജിലെ പഠനകാലം ശ്രീജിക്ക് ഇന്റർനാഷണൽ റിലേഷൻസ് അഥവാ അന്താരാഷ്ട്ര ബന്ധങ്ങൾ എന്നത് വെറുമൊരു സബ്ജക്റ്റ് ആയിരുന്നില്ല, അത് അവളുടെ പാഷനായിരുന്നു. പലരും സിവിൽ സർവീസിനെ ഒരു ജോലി എന്ന നിലയിൽ കാണുമ്പോൾ ശ്രീജ അതിനെ ഒരു ജീവിത ലക്ഷ്യമായി കണ്ടു. വീടിന്റെ ചുമരുകൾക്കുള്ളിൽ പല യൂട്യൂബ് ചാനലുകളിലും വീഡിയോകളിലും കണ്ട കാഴ്ച നമ്മളെ ചിന്തിപ്പിക്കുന്നതാണ്. തുണ്ടുകടലാസുകളിൽ തന്റെ വിജയത്തെയും തന്റെ പരിശ്രമങ്ങളെയും എഴുതി വച്ചിരിക്കുകയാണ്. തന്റെ വിജയങ്ങൾ കയറുവാനുള്ള ദൂരങ്ങൾ, എവിടെ എത്തണമെന്നുള്ള ദീർഘവീക്ഷണം ആ ഓരോ ലെറ്ററുകളിൽ കാണാൻ സാധിക്കും. നമുക്കുള്ളൊരു പാഠം ഇതാണ്: നിങ്ങൾ ചെയ്യുന്ന കാര്യത്തെ പ്രണയിക്കുക, ആഴത്തിൽ പഠിക്കുക. പരീക്ഷയ്ക്ക് വേണ്ടി മാത്രമല്ല, അറിവിന് വേണ്ടി ദാഹിക്കുക. നരുവാമൂട്ടിലെ ഇടുങ്ങിയ വഴികളിലിരുന്ന് ശ്രീജ ലോകഭൂപടത്തിലെ രാഷ്ട്രീയ നീക്കങ്ങളെ കുറിച്ച് പഠിക്കുമ്പോൾ അവളുടെ മനസ്സ് നേരത്തെ തന്നെ ഒരു IAS ഓഫീസറുടേതായി മാറിക്കഴിഞ്ഞിരുന്നു. സുഹൃത്തുക്കളെ, ശ്രീജയുടെ കഥ നമ്മളോട് പറയുന്നത് വലിയൊരു സത്യമാണ്. അറിവ് നേടാനും ഉന്നതങ്ങളിൽ എത്തുവാനും ദാരിദ്ര്യം ഒരിക്കലും ഒരു തടസ്സമല്ല. സാഹചര്യം ഒരു തടസ്സമല്ല. പണമില്ലായ്മ ഒരു തടസ്സമല്ല. തടസ്സമാകുന്നത് ഒരേ ഒരു കാര്യം മാത്രമാണ്: സ്വപ്നം കാണാൻ ഭയപ്പെടുന്ന നിങ്ങളുടെ മനസ്സ് മാത്രം. നിങ്ങളുടെ അച്ഛൻ കൂലിപ്പണിക്കാരനായിരിക്കാം, നിങ്ങളുടെ വീട് ചോർന്നൊലിക്കുന്നുണ്ടാവാം, നിങ്ങളുടെ കയ്യിൽ കോച്ചിങ്ങിന് പോകുവാൻ ലക്ഷങ്ങളില്ലായിരിക്കും. പക്ഷേ നിങ്ങളുടെ ഉള്ളിൽ ഒരു കനലുണ്ടെങ്കിൽ, ആ കനലിനെ ഊതിക്കാച്ചാൻ തയ്യാറുള്ള ഒരു കുടുംബം കൂടെയുണ്ടെങ്കിൽ, ഈ ലോകത്ത് അസാധ്യമായതൊന്നുമില്ല. ശ്രീജയ്ക്ക് അഭിനന്ദനങ്ങൾ. നിങ്ങളുടെ വിജയം കേരളത്തിലെ, ഇന്ത്യയിലെ ആയിരക്കണക്കിന് കുട്ടികൾക്ക് ധൈര്യം നൽകുന്നു. എനിക്ക് സാധിക്കുമെന്ന വിശ്വാസം നൽകുന്നു. ഓർക്കുക, ഒരു അച്ഛന്റെ വിയർപ്പും ഒരു അമ്മയുടെ കണ്ണീരും പ്രാർത്ഥനയും ഒരു മകളുടെ കഠിനാധ്വാനവും ചേർന്നാൽ വിധി പോലും വഴിമാറും. ഇന്ന് നിങ്ങൾ നേരിടുന്ന കഷ്ടപ്പാടുകൾ നാളത്തെ നിങ്ങളുടെ വിജയത്തിനുള്ള ഇന്ധനമാണ്. അതുകൊണ്ട് നിരാശപ്പെടാതെ പോരാടുക. നാളെ നിങ്ങളുടെ പേരും ചരിത്രം രേഖപ്പെടുത്തും. നന്ദി, നമസ്കാരം.